വിദേശ തൊഴിൽ പരിശീലനത്തിനും തൊഴിലവസരങ്ങൾക്കും ലിറ്റിൽ ഫ്ലവർ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി. പഠിച്ചാൽ ജോലി ഉറപ്പാണ്. മുമ്പൊക്കെ അധികാരത്തിലിരുന്ന ചീഫ് ജസ്റ്റിസുമാർ ആരും തന്നെ നരേന്ദ്രമോദിക്ക് വിലങ്ങുതടിയായിട്ടില്ല. അവരെല്ലാം മോദി വിരുദ്ധരായിരുന്നു. അവരെല്ലാം വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അകറ്റി നിർത്താൻ പരമാവധി ശ്രമിച്ച് സുപ്രീം കോടതിയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിച്ചവരാണ്. പക്ഷേ അവർക്കാർക്കും മോദിയെ പ്രഹരമേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഒരു രസികൻ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞു വരുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷുദ്രജീവികൾ, ഈയംപാറ്റകൾ, അവർ CJP എന്നൊരു പ്രസ്ഥാനമുണ്ടാക്കി അത് രാജ്യവ്യാപകമായി മുന്നേറ്റം ആരംഭിച്ചിരിക്കുന്നു. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി പ്രതിഷേധത്തിന്റെ അലയടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സുപ്രീം കോടതിക്ക് നമോഭാഗം എന്ന് തന്നെ പറയേണ്ടി വരും. ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ ആകെ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സ്ഥാനം ഇത്രയധികം നാശോന്മുഖമാക്കിയ മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് സംശയമാണ്. എങ്ങനെയാണോ ഇലക്ഷൻ കമ്മീഷൻ അധ്യക്ഷന്റെ അന്തസ്സത്ത നശിപ്പിച്ചത്, അതിനേക്കാൾ ഭംഗിയായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇതിന്റെ എല്ലാ പേരും പെരുമയും പ്രശസ്തിയും കേവലം തന്റെ നാവുകൊണ്ട് വരുത്തിവെച്ചിരിക്കുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും ചേർന്നാണ് തെരഞ്ഞെടുപ്പ് അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയത്. ആ ബെഞ്ചിലേക്ക് ചീഫ് ജസ്റ്റിസ് കൂടി അധ്യക്ഷനാകണമെന്നതായിരുന്നു പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ആഗ്രഹം. ജസ്റ്റിസ് സൂര്യകാന്താണ് ആ പദവിയിലേക്ക് എത്തിയതെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് വീണ്ടും താൻ ചെയ്തതോർത്ത് പശ്ചാത്തപിക്കേണ്ടി വന്നേനെ. ഏതായാലും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഏറ്റവും വലിയ സംഘപരിവാർ അനുകൂലിയായി ഓരോ ദിവസവും നടത്തുന്ന പ്രസ്താവനയിലൂടെ തെളിയിക്കുമ്പോൾ CJP കരുത്തും ഊർജ്ജവും ആവേശവും ഇരട്ടിയായി പകരുന്നു എന്നുള്ളതാണ്. വളരെ വൈകാതെ ഈ രാജ്യത്ത് രാഷ്ട്രപതി ഭരണം വരും. ഈ രാജ്യത്തിന്റെ ക്രമസമാധാന നില താറുമാറാകും. വലിയ തോതിൽ കലാപാഹോരം CJP നടത്തിയാൽ അതിനെ മറികടക്കാനുള്ള എബിലിറ്റിയൊന്നും നരേന്ദ്രമോദിയുടെ ഈ തട്ടിക്കൂട്ട് സർക്കാരിനില്ല. നരേന്ദ്രമോദി സർക്കാരിലെ ഭരണകക്ഷി സ്വാധീനം എല്ലാവിധത്തിലും പോലീസിന്റെ നരനായട്ടിലൂടെയും അവർ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതൊന്നും മതിയാകില്ല. ധർമ്മേന്ദ്ര പ്രധാനെ സംരക്ഷിച്ചു പിടിക്കാൻ കാരണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ധർമ്മേന്ദ്ര പ്രധാന സംഘവും ഏറ്റവും വലിയ പകൽക്കൊള്ള നടത്തിയിരിക്കുന്നു. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ധർമ്മേന്ദ്ര പ്രധാനെ ചോദ്യം ചെയ്യണമെന്ന് തന്നെയാണ് CJPയുടെ ആവശ്യം.